ഡ്രൈ ഡേ യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന സമയത്തുള്ളൊരു സങ്കല്പം 1-ാം തീയതി ശമ്പളം കിട്ടും, അപ്പോൾ ശമ്പളം കിട്ടുമ്പോൾ അത് മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിക്കരുത് എന്നുള്ളതാണല്ലോ. ഇപ്പോൾ അത്തരമൊരു ഒരു മാനദണ്ഡം പ്രസക്തമല്ല. ഇപ്പം ആകെയുള്ള വരുമാനമാകുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനല്ലല്ലോ. ആകെയുള്ള വരുമാനമാകുമ്പോൾ നമ്മൾ ആ വരുമാനം എങ്ങനെയെങ്കിലും കൂട്ടാൻ നോക്കണം. അപ്പോൾ പിന്നെ സർക്കാരിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഈ പാർട്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, സർക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. അതായത് നമ്മുടെ വരുമാനം കൂട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പിന്നെ എമ്മടിച്ച് നശിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചും മധ്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന വലിയൊരു വിഷൻ. ആ വിഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഡ്രൈ ഡേ ഒക്കെ എടുത്ത് കളയാമെന്ന് പറയുന്നുണ്ട്. ഇനി പക്ഷേ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് മറ്റേ മെയിൻ മുതലാളിമാർക്കുള്ള ഹോട്ടലുകളിലും റിസോർട്ടുകളിലും. അപ്പോൾ പറയും അവിടെയൊക്കെയല്ലേ ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്നുള്ളൂ, അതുകൊണ്ടാന്ന് പറയും. അങ്ങനെ മെയിനായിട്ടുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളിലെല്ലാം ബാറുകളിലെല്ലാം കിട്ടാതെ, അല്ല ബാറുകളിൽ കിട്ടിയിട്ട് ബീവറേജുകളിൽ കിട്ടാതെ ബാറുകളിൽ മാത്രം കൊടുക്കുമായിരിക്കും. അങ്ങനെയായിരിക്കും ഡ്രൈ ഡേ ഒരു പ്ലാൻ ചെയ്യണം. എന്തായാലും നല്ല പ്ലാനിങ് ആണ്. ഇനി ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ കേസിൽ എന്താണോ പറയാൻ പോകുന്നത്? ഇപ്പോൾ പറയുന്നത് 1-ാം തീയതി ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ 1-ാം തീയതി ശമ്പളം കിട്ടി അപ്പം തന്നെ ഈ കാശ് കൊണ്ടുപോയി മദ്യം മേടിക്കാതിരിക്കാനാണ്. അപ്പോൾ അന്ന് ഇവരെ ആലോചിച്ചില്ലാവോ വരുമാനം സർക്കാരിൻ്റെ കൂടുമെന്ന്? എന്തായാലും അറിയാൻ പാടില്ല. ഇപ്പോൾ ഇവർ പറയണത് പണ്ട് 1-ാം തീയതി ശമ്പളം കിട്ടിയിരുന്നതുകൊണ്ടാണ് ഡ്രൈ ഡേ വെച്ചതെന്നാണ്. ഇനി ഗാന്ധി ജയന്തി ഒരു ഡ്രൈ ഡേ ആകോട്ട് ഇങ്ങനെ കൂട്ടോ എന്നൊക്കെ എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഗാന്ധിജി കഴിക്കാതിരുന്നത് കൊണ്ട് എന്തുകൊണ്ട് നാട്ടുകാർ കഴിക്കാതിരിക്കണം, നാട്ടുകാർക്ക് ആഘോഷിച്ചുകൂടി എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, അറിയില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സന്തോഷ് വർക്കുളങ്ങനെ പറഞ്ഞ പോലെ ഇതിനെതിരെ സമരം ചെയ്യുകയും ചെയ്യും, എന്നിട്ട് രാത്രിയാകുമ്പോൾ 2 അടിക്കുകയും ചെയ്യുന്ന ജനതയാണ് നമ്മുടെ. അപ്പോൾ പിന്നെ ഡ്രൈ ഡേ ഒക്കെ എടുത്ത് മാറ്റട്ടെ, നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ പറയുന്ന ന്യായങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത്. എന്തായാലും ജയ് ഡ്രൈ ഡേ.